ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഓട്സ് മസാലയാണ്. ഇതിൽ ഓയിലിൻ്റെ അംശം ഇല്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഓട്സ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത് വെച്ചിട്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഗ്ലാസ് ഞാൻ ആദ്യം ഒഴിച്ചു, പിന്നെ ഒരു ഹാഫ് ഗ്ലാസ് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സവാളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. ഞാൻ ജസ്റ്റ് കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിതിലോട്ട് ക്യാരറ്റ് ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ അരിഞ്ഞത് പെട്ടെന്ന് ആവില്ലല്ലോ, കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാണ്. ഇനി ഞാനിതിലോട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലോട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓട്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. അപ്പോൾ ഞാനിത് വേവ് അനുസരിച്ചുള്ളത് അങ്ങനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ക്യാരറ്റിന് കൂടുതൽ വേവുള്ള കാരണം ആദ്യമേ ഇട്ട് കൊടുത്തു. തക്കാളിയൊക്കെ ഞാൻ ജസ്റ്റ് പെട്ടെന്നാവുമല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ആകുമ്പോൾ തന്നെ അതൊന്ന് ഇതായി കിട്ടുന്ന കാരണം അങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിതിലോട്ട് ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓട്സ് അതിൻ്റെ അംശം അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു ഹാഫ് കപ്പിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വെള്ളം ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. കാരണം ആ ഒരു ഫ്ലേവർ എല്ലാം വരാൻ വേണ്ടിയിട്ടാണ് ഗരം മസാല ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുരുമുളക് ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ എന്നിട്ട് അതിനൊന്ന് അടച്ച് വെച്ചൊന്ന് നല്ലോണം ബോയിൽ ചെയ്തിട്ട് അതിനൊന്ന് ഇടക്കൊന്ന് നോക്കണം. ഒരു മിനിറ്റ് 2 മിനിറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യാണ്. കാരണം ഓട്സ് കുക്കാവാനും ടൈം ഉണ്ടല്ലോ, ഒരു 2 മിനിറ്റൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ എനിക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളത് കൊണ്ട്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കോൺ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കോൺ കുക്ക് ചെയ്യാത്ത കോണാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയിലയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി അതിനെ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് 1 മിനിറ്റാണ് കവർ ചെയ്യുന്നത്, ജസ്റ്റ് ആ ഒരു ഫ്ലേവർ എല്ലാം കോണിൽ വരാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം നല്ലോണം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്, അതായത് ഓട്സ് എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. കോണാണെങ്കിലും നല്ലോണം ഇത് ടേസ്റ്റ് എല്ലാം ഫ്ലേവർ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലോട്ട് കുറച്ച് യെല്ലോ ബെൽ പെപ്പറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിന് അധികം കുക്കാവാനായിട്ടുള്ള ടൈം വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ യെല്ലോ ബെൽ പെപ്പർ ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പിന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്